CPIM-നെതിരായ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ ഇന്ത്യ യോഗത്തിൽ ഉയർത്തുമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. RSSന്റെ വളർച്ചയ്ക്ക് കോൺഗ്രസിന്റെ സംഭാവന ഓർമ്മപ്പെടുത്തുമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. സിബി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സിബി, RSSനെയും CPM-നെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇന്നലെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത്. രാഷ്ട്രീയമായ അപക്വമായ ഈ പരാമർശത്തിനെതിരെ CPIM-ന്റെ ജനറൽ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MPയും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഷമി, ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP നൽകിക്കുന്ന ഒരു ട്വീറ്റിലൂടെയാണ് ഈ രാഹുൽ ഗാന്ധിക്ക് CPM-നെതിരായ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ട്വീറ്റ് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് ഓൺലൈൻ വഴി ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഈ വിഷയം ഉയർത്തുമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ RSSന്റെ വളർച്ചയ്ക്ക് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഏതൊക്കെ രീതിയിൽ സംഭാവന ചെയ്തു എന്ന കാര്യം കൃത്യമായി ഈ യോഗത്തിൽ ഓർമ്മപ്പെടുത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ബാബറി മസ്ജിദിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തത്, അതിന്റെ പൊളിക്കലിന് നേതൃത്വം നൽകി അടക്കമുള്ള കാര്യമെല്ലാം തന്നെയും അതിന്റെ പിന്നിൽ അതിനെ സഹായിച്ചത് ആരാണെന്നെല്ലാം തന്നെയും കൃത്യമായി കോൺഗ്രസിന്റെ പങ്ക് തുറന്നു കാട്ടിക്കൊണ്ട് തന്നെ അത് വ്യക്തമാക്കും. അതുകൂടാതെ ഈ BJP-യുടെ നേതൃത്വത്തെ നമുക്കറിയാം, വലിയ രീതിയിൽ ഇന്നത്തെ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെയും ഇന്നിപ്പോൾ BJP-യുടെ നേതാക്കളാണ്. പലയിടത്തും നേരത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പോലും BJP-യുടെ മുഖ്യമന്ത്രിമാരാണ്. അങ്ങനെ BJP-യുടെ നേതൃനിരയെ വളർത്തിയതും RSSനെ ശാക്തീകരിക്കുന്നതിൽ കോൺഗ്രസിനെ എങ്ങനെ നിർണായകമായി പങ്കുവഹിച്ചു എന്നതെല്ലാം തന്നെയും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുമെന്നും ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. വിരോധാഭാസം എന്ന് പറയട്ടെ, RSSനെ കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും അത് നമ്മുടെ അന്തരിച്ചുപോയ സീതാറാം യെച്ചൂരിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ് അവസാനിപ്പിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി ആദ്യമായിട്ട് മത്സരിച്ചതും RSSനെതിരെ ദേശീയ തലത്തിൽ പ്രതിരോധിക്കേണ്ട പ്രമുഖരായ 2 നേതാക്കൾ, ഈ നേതാക്കളെല്ലാം തന്നെയും കേരളത്തിൽ വന്ന് വയനാട്ടിൽ, അതും ഈ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ തീർച്ചയായും സിബി, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ വന്നു നിന്നുകൊണ്ടാണ് RSSനെതിരെ പറയുന്നത് എന്നുകൂടി ജോൺ ബ്രിട്ടാസ് MP തന്റെ ട്വീറ്റിൽ പറയുന്നു.